ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ സമയം രാവിലെ 4 മണിയായിട്ടുണ്ട്. ഇതിപ്പോൾ സ്ഥലം പാല കേട്ടോ. പാല നമ്മുടെ കടപ്പാട്ടൂർ അമ്പലമാണ്. അപ്പോൾ പാല ബൈപ്പാസ് ആട്ടോ. അപ്പോൾ നമ്മൾ 4 മണിക്ക് ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പറഞ്ഞ് പിന്നെ പറഞ്ഞു കൊടുത്ത് ഇച്ചിരി എയർ അടിച്ച് പയ്യന്നൂരി വന്നു. അവിടുന്ന് ഭക്ഷണം അങ്ങനെ 25 കിലോമീറ്ററിന് ശേഷം നമ്മൾ കാഞ്ഞിരപ്പള്ളി എത്തി കേട്ടോ. ഇതിപ്പം കാഞ്ഞിരപ്പള്ളിയാണ്. നമ്മളിത് ബാക്കിൽ നിന്നാട്ടോ വന്നത്. റൈറ്റ് പൊൻകുന്നം. നമുക്ക് നേരെ ഇവിടെ ഒരു ചായക്കടയുണ്ട്. ചായ കുടിക്കണോ വേണ്ട. നമ്മൾ നേരത്തെ റൈഡൊക്കെ വരുമ്പോഴത്തേനും അവിടെ നിന്നാട്ടോ ചായ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ മുണ്ടക്കയം പോകാം. മുണ്ടക്കയത്തു നിന്നൊരു ചായ സ്പോട്ട് ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് കുടിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഇക്കാൻ്റെ കട വരുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ അവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. നമ്മൾ യൂഷ്വലി ഈ ഒരു കുട്ടിക്കാനൊക്കെ പോകുമ്പോൾ ചായ കുടിക്കുന്നൊരു കട കേട്ടോ. ചെറിയൊരു പെട്ടിക്കട. എന്തുകൊണ്ട് ഇത് പുതിയ പത്തിരി, ചൂടുള്ള പത്തിരി അരി, അത് ചൂട് പത്തിരി കേട്ടോ. ഇപ്പോൾ വന്നത് പത്തിരിയുണ്ട്, ബോളിയുണ്ട്, കേക്കുണ്ട്, എല്ലാ ഫ്രഷ് ഐറ്റംസ്. രാവിലെ സാധിച്ചേണ്ട വക FM റേഡിയോയിൽ സോങ്സ് ആട്ടോ. അത് നമ്മൾ പാലം കയറും കേട്ടോ. കുട്ടിക്കാനത്തുള്ള ചെറിയ കൂടെയൊക്കെ കണ്ടോ. അപ്പോൾ നമ്മുടെ മുണ്ടക്കയം കഴിഞ്ഞിട്ട് കുട്ടിക്കാനത്തുള്ള ആ ഒരു ബ്രിഡ്ജ് കേട്ടോ. അതായത് മൂന്നാറിലെ നീരമംഗലം ബ്രിഡ്ജ് പോലെയാണ് നമ്മുടെ മുണ്ടക്കയത്തുള്ള ഈ ഒരു ബ്രിഡ്ജ്. ഇത് കഴിഞ്ഞിട്ട് ഇനി കുട്ടിക്കാനത്തിന് 21 കിലോമീറ്റർ ക്ലൈംബ് കേട്ടോ. ജസ്റ്റ് ഇത് ഒരു ലാസ്റ്റ് ഇറക്കാണ് വരുന്നത്. ഒരു ചെറിയൊരു സ്ലോപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി 21 കിലോമീറ്റർ ക്ലൈംബ്. ഇടയ്ക്കൊരു 1-2 ചെറിയ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കവിടെ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിർത്തി, ഒരുപാട് ഞാൻ നിർത്തുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നിർത്തി എന്തെങ്കിലും വ്യൂ കാണാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. യെസ്. അങ്ങനെ രാവിലത്തെ ആ ഒരു ചായയൊക്കെ കുടിച്ച് ആ ഒരു നൈസ് വൈബിലങ്ങ് പോകാം കേട്ടോ. അങ്ങനത്തെ ജസ്റ്റ് 1 കിലോമീറ്റർ അങ്ങ് ക്ലൈംബ് കയറിയപ്പോഴത്തേനും ഒരു വ്യൂ മാറി കണ്ടോ. കൂടെ കേട്ടോ. കുട്ടിക്കാനം വൈബ്സ്. കുട്ടിക്കാനല്ല, മുണ്ടക്കയം കേട്ടോ അത്. അങ്ങനത്തെ നമ്മൾ കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലം എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഗ്രൗണ്ട് കാണാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് പോത്തിനെ കൊണ്ടുവന്ന് ഇറക്കുന്ന സ്ഥലമാണ്. കൂട്ടമായിട്ട് കൊണ്ട് ഇറക്കൂലേ, അത് ഈ ഒരു സ്ഥലത്താട്ടോ. എന്നിട്ട് ഇവിടെ നിന്നാണ് ആൾക്കാർ പോത്തിനെ എടുത്തുകൊണ്ട് പോണേ. അങ്ങനെ കൊടികുത്തിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേനുമാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വ്യൂ പോയിൻ്റ് ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ആ മേളിൽ നിർത്താം കേട്ടോ. അവിടെ ഒരു കലിങ്ങുള്ള സ്ഥലമുണ്ട്. അതായത് സെൻറ്റ് ആൻ്റണീസ് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ അതാണ് ആ ഒരു വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കൊടികുത്തി വ്യൂ പോയിൻ്റ് എന്ന് പറയും കേട്ടോ. നമ്മൾ താഴത്തുനിന്ന് കയറി വന്ന ആ ഒരു സ്ഥലമാണ് കൊടികുത്തി. നമ്മളിപ്പം ചെല്ലുന്ന സ്ഥലം പെരുവന്താനം. ഇതിൽ കറക്റ്റ് ഒരു പേരൊന്നുമില്ല, കാരണം ജസ്റ്റ് ഒരു വൈറ്റ് സൈഡിലെ വ്യൂ പോയിൻ്റ് കേട്ടോ. അങ്ങനെ വലിയ മഴയൊന്നും വേണ്ട കേട്ടോ. ഏതൊരു സമയത്ത് വന്നാലും കുട്ടിക്കാനം റൂട്ടിൽ അത്യാവശ്യം വ്യൂ കിട്ടുന്നൊരു സ്പോട്ടാണ് ഈ ഒരു കൊടികുത്തി. ഓക്കെ, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. പാഞ്ചാലിമേട് വരും മുമ്പാറൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് ആ മലയുടെ അവിടെ നിന്നാണ് സൺറൈസ് വ്യൂ വരുന്നത്. അങ്ങനെ ക്ലൈംബ് കയറി വന്ന് ഇങ്ങനെ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തി കേട്ടോ. കൂടെ ജസ്റ്റ് വെള്ളം കുടിക്കാം, ഒരു 1 മിനിറ്റ് ബ്രേക്ക് കേട്ടോ.
അപ്പോൾ നമ്മൾ താഴ്ത്തൂന്ന് കണ്ട ആ ഒരു കോടയുടെ വ്യൂ അതാട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഒരു പള്ളിയൊക്കെ അതൊക്കെ കുറച്ചുകൂടെ കോടയിൽ മൂടി കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ടോ കാണാൻ. അതുപോലെ തന്നെ അവിടെ നിന്നാണ് നമ്മുടെ സൺറൈസൊക്കെ കഴിഞ്ഞു കേട്ടോ. ചെറിയൊരു കളറൊക്കെ കാണാം. അതുപോലെ അതെ ആ ഒരു മലനിരകളൊക്കെ ഉണ്ടോ. അപ്പം നമ്മൾ ക്ലൈമ്പിൻ്റെ 10 കിലോമീറ്റർ കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കി 10 കൂടെ. അപ്പോൾ സായിച്ചേട്ടൻ ഓൾറെഡി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇനി യെസ് ലെറ്റ്സ് ഗോ. ചില വളവിൽ ഫുള്ള് തണലായിരിക്കും കേട്ടോ. ചില വളവ് ഇങ്ങനെ വളഞ്ഞു വരുമ്പോഴത്തേനും നല്ല വെയിൽ. അങ്ങനെ നമ്മുടെ ഫേമസ് വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ് പറഞ്ഞ പോലെ വാട്ടർഫാൾസ് ഒന്നുമില്ല, ചെറിയ വാട്ടർ ഡ്രോപ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് പോകട്ടോ. അങ്ങനെ വളഞ്ഞെങ്ങാനം കഴിഞ്ഞിട്ട് പിന്നെയുള്ള കുറച്ച് ഗ്രേഡ് ക്ലൈംസ് ആട്ടോ. 8, 9 ഒക്കെ ഗ്രേഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹെയർ പിൻ ബെൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺറൈസ് അതെ പൈൻമരങ്ങളാട്ടോ. നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യാം കേട്ടോ. അതായത് കുട്ടിക്കാനത്തിൻ്റെ തണുപ്പ്. അതായത് നമ്മൾ താഴത്തുനിന്ന് കയറി വരുമ്പം ആ ഒരു ഏർലി മോർണിങ്ങിൻ്റെ തണുപ്പേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു എന്നാ പറയുന്നത് ഹൈ റേഞ്ചിൻ്റെ തണുപ്പില്ലേ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം ക്ലൈമ്പൊക്കെ കഴിഞ്ഞിട്ട് ടോപ്പ് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ദേ ഒരു ബേക്കറിയുടെ ഫ്രണ്ടിൽ നമുക്ക് ഐ ലവ് കുട്ടിക്കാനം എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് രാവിലത്തെ ഒരു 2 അപ്പവും ഒരു മുട്ടക്കറിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ വാഗമൺ റൂട്ട് പിടിക്കും കേട്ടോ. കുട്ടിക്കാനത്തു നിന്ന് ഏലപ്പാറയ്ക്ക് കിടക്കുന്ന വഴി കേട്ടോ. ഇത് കണ്ടിന്യൂസ് ക്ലൈമൊന്നുമില്ല, ചെറിയ ഇറക്കങ്ങളും ചെറിയ കയറ്റങ്ങളൊക്കെ ആയിട്ടുള്ള വഴി കേട്ടോ. ചെറിയ വെയിലൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. അത്യാവശ്യം തണുപ്പും കാറ്റും. ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഉണങ്ങി കിടക്കുമെന്ന്, പക്ഷെ അത്രയും കുഴപ്പമില്ലല്ലേ. അല്ല ഉണക്കാന്നാ വിചാരിച്ചേ. ഈ കുട്ടിക്കാനം വിട്ടിങ്ങ് പോരുമ്പോഴത്തേനും ഈ ഒരു ഹെയർ പിന്നിലെ ചായക്കട, ബജിക്കട, നമ്മൾ ബൈക്കിനൊക്കെ വരുമ്പോൾ സ്ഥിരം കഴിക്കുന്നതാണേ. പക്ഷെ ഇപ്പം ബജി കഴിക്കാനുള്ള സമയമായില്ല. അങ്ങനെ ആ ഒരു കയറ്റം കഴിഞ്ഞിട്ട് ഇനി ഏലപ്പാറയ്ക്കൊരു 3.5 കിലോമീറ്റർ ഇറക്കാട്ടോ.
വാഗമൺ ഈരാറ്റുപേട്ട പുള്ളിക്കാനം. നമ്മൾ ഈ മേലെ കാണുന്ന വഴിക്കേട്ടോ ഇറങ്ങി വന്നേ. ഈ ഒരു ഏലപ്പാറ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ യൂട്ടേൺ അടിച്ച് ഇവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അല്ലേ സാജന? വാഗമണ്ണ് 15 കിലോമീറ്റർ. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള റൈഡാട്ടോ. കുറേ ബംബിയ റോഡ്സാണ്. അങ്ങനത്തെ ഒരു ഇളം വെയിലിൽ തേയിലത്തോട്ടങ്ങളുടെ ഇടയ്ക്കൂടെ നമ്മൾ റൈഡ് ചെയ്യും കേട്ടോ. ബംബിയ റോഡ്സ് ആട്ടോ പറഞ്ഞ പോലെ. നമ്മുടെ പക്കാ റബ്ബറൈസ്ഡ് റോഡല്ലാത്തതുകൊണ്ട് ആ ഒരു വൈബ്രേഷൻ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് വൈബ്രേഷൻ അടിച്ച് കിട്ടും. ടൈഫോയിഡ് ടീ അവരുടെ എസ്റ്റേറ്റുകളാട്ടോ ഇത്. അങ്ങനെ വാഗമൺ റേഞ്ചിലേക്ക് കയറി കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇടയ്ക്ക് റീലിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. പക്ഷെ മഴയൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ഇതിങ്ങനെ വെള്ളം കെട്ടി കിടക്കും കേട്ടോ. അല്ലാത്തപ്പം പ്ലേ ഗ്രൗണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വ്യൂ കേട്ടോ. നമ്മൾ വാഗമൺ സൈഡിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ കോലാഹലമേടാണ് ചെന്ന് കയറുന്നത്. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൻ്റെ എൻട്രി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ പൈൻ ഫോറസ്റ്റിന് അങ്ങോട്ടോട്ടോ ചെല്ലുന്നത്. അപ്പോൾ ഓൺ ദ വേ അവിടെ ഒന്നും നമ്മൾ നിർത്തണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് ഇങ്ങനെ പറഞ്ഞ പോലെ ചവിട്ടി നേരെ പാലേക്ക് പോകും കേട്ടോ. അതായത് ഉച്ചയ്ക്ക് മുന്നേ പാല എത്തണം, അതാണ് പ്ലാൻ. നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ ഏരിയ കേട്ടോ. ഇവിടെ നല്ല പച്ചപ്പൊക്കെ കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ മഴയുടെയൊക്കെയാണെന്ന് തോന്നുന്നു. ഉണങ്ങിയ കാലാവസ്ഥയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെയൊക്കെ നല്ല പച്ചപ്പിലാട്ടോ കിടക്കുന്നത്. കളർഫുൾ, അടിപൊളി. ഫൈനലി നമ്മളിത് വാഗമൺ എത്തിയിട്ടോ. നമ്മൾ അവിടെ നിന്നാണ് തിരിഞ്ഞു പോണേ. അപ്പോൾ അതെ ഇങ്ങനെ ഒരു കടയിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ നിർത്തി കേട്ടോ. നാരങ്ങ വെള്ളം വിത്ത് കപ്പലണ്ടി മുട്ടായി, എനർജി ബൂസ്റ്ററാണ്. PP. അങ്ങനത്തെ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയാലാണ് നമ്മുടെ വാഗമൺ ടൗണൊക്കെ വരുന്നത്. നമ്മളിത് ലെഫ്റ്റ് എടുത്ത് ഈരാറ്റുപേട്ട റൂട്ടാട്ടോ.